എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ NIOS +2 സോഷ്യോളജിയുടെ സിലബസ് പ്രകാരമുള്ള പാഠങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ മൂന്നാമത്തെ പാഠം സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് എന്ന ഭാഗത്തിലെ ഇമ്പോർട്ടൻസായ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം സോഷ്യോളജിയിൽ മറ്റ് ശാസ്ത്രങ്ങൾ സാമൂഹ്യ ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സിമിലാരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, നരവംശാസ്ത്രം, അതുപോലെ തന്നെ സൈക്കോളജി ഒക്കെ ആയിട്ട് എന്താണ് സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പരീക്ഷയ്ക്ക് വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആൻസർ, അതിൽ 1 വേർഡ് 2 മാർക്ക് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യനാണ്. ഹിസ്റ്ററി സ്റ്റഡീസ് വിത്ത് പാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ സയൻസ് എന്നാണ്. ശരിയാണ്. കാരണം സോഷ്യോളജിയിൽ നമ്മൾ നിരീക്ഷണത്തിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത്. കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ അതുപോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്നിരുന്നാലും പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ സയൻസ് കണ്ടക്ടഡ് എ സ്റ്റഡി ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്, ഫാൾസാണ്. പൊളിറ്റിക്സിൽ സമൂഹത്തിലെ എല്ലാ സ്ഥാപനങ്ങളെ പറ്റിയിട്ടൊന്നും അതിൽ പഠിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സ്റ്റഡി ഓഫ് മിഡ് ടേം ഇലക്ഷൻ കണ്ടക്റ്റഡ് ബൈ എന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ഹിസ്റ്റോറിയൻസ് എന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. പക്ഷേ അതെന്താണ്, അത് തെറ്റാണ്. ഇലക്ഷൻ്റെത് കണ്ടക്റ്റഡ് ബൈ ഹിസ്റ്റോറിയൻസ് അല്ല ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യോളജിസ്റ്റ് കളക്ട് ദ ഡാറ്റ ഫ്രം ആർഗ്യൂസ് എന്നാണ്. അത് ഫാൾസാണ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ സോഷ്യൽ വർക്ക്? സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നാണ്. സമൂഹത്തിൻ്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയമിതരായിട്ടുള്ള ഒരു രാജ്യത്ത് ചെയ്യുന്ന ജോലിയാണ് സാമൂഹ്യ സേവനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ് എന്നാണ്. സാമ്പത്തിക ശാസ്ത്രം എന്നത് എന്താണെന്നാണ് ചോദ്യം. അതായത് സമ്പത്തിൻ്റെ 3 ഘടകങ്ങളാണ് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗങ്ങൾ. ഇവയെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ. വാട്ട് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഡു എക്കണോമിക്സ് സ്റ്റഡി എന്നാണ് ചോദിക്കുന്നത് ചോദ്യം. അതായത് ഉൽപ്പാദന, വിതരണ, ഉപഭോഗങ്ങളിലൂടെ മനുഷ്യൻ്റെ ഭൗതിക സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനത്തിന് വിധേയമാകുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഡു എക്കണോമിക്സ് സ്റ്റഡി, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏത് തരത്തിലുള്ള സമൂഹത്തെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് അതിൽ ഉള്ളതെന്നാണ് ചോദ്യം. എന്താണ്, ഉൽപ്പാദനമായിട്ടും ഉപഭോഗമായിട്ടും വിതരണമായിട്ടും ഉപഭോഗങ്ങളിലൊക്കെ തന്നെ മനുഷ്യൻ്റെ ഭൗതിക സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നുണ്ട്. ധനമാണ്, പണമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, വസ്തുക്കൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സംതൃപ്തി കിട്ടുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ആണ് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ബിഗിനിങ് സോഷ്യൽ ആന്ത്രോപോളജി സ്റ്റഡീഡ് ഡാഷ് സൊസൈറ്റീസ്. അതായത് നരവംശാസ്ത്രജ്ഞന്മാർ തുടക്കത്തിൽ, അതായത് നരവംശാസ്ത്രത്തിൻ്റെ ആ തുടക്കത്തിൽ സമൂഹത്തിൽ ഏത് സമൂഹത്തെ പറ്റിയിട്ടാണ് പഠിച്ചിരുന്നതെന്നാണ്. അതായത് ട്രൈബൽ വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് അവർ പഠനം നടത്തിയത്, നരവംശാസ്ത്രജ്ഞന്മാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാസ് മേഡ് എ സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻ ടു സർവേ മെത്തഡോളജി എന്നാണ് പറയുന്നത്. അതായത് മെയ്ഡ് എ സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻ ടു സർവേ മെത്തഡോളജി എന്നുള്ളത്. അത് സർവേ മെത്തഡോളജി, അതിൽ ഏത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഏത് മെത്തഡോളജിയാണ് സ്വീകരിക്കുക എന്നുള്ളതിൽ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ സർവേ മെത്തഡോളജി അത് ഏത്
വിഭാഗത്തിൻ്റെ സംഭാവനയാണെന്നാണ്. അത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ്. ഇതിൽ സയൻസിൽ അങ്ങനെ വരുന്നില്ല, അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ അങ്ങനെ വരുന്നില്ല. ഇതിൽ സോഷ്യോളജിയിലാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് ഈ സർവേ നടത്തിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് സോഷ്യോളജി ഡിഫറെൻറ്റ് ഫ്രം ഹിസ്റ്ററി ആൻഡ് വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സബ്ജക്റ്റ്. അതായത് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്താണ്, ഹിസ്റ്ററിയുമായിട്ടുള്ള ഡിഫറൻറ്റ് എന്താണ്, അതുപോലെ തന്നെ സാമ്യം എന്താണെന്ന് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭൂതകാല സംഭവ വികാസങ്ങളെ പറ്റിയുള്ള പഠനമാണ്. ചരിത്രം സമൂഹശാസ്ത്രത്തിലൂടെ എന്താണ്, വർത്തമാന കാലഘട്ടത്തിൽ പറ്റിയാണ് പഠിക്കുന്നത്. ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇന്നത്തെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയിൽ വരുന്നത്. അതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിൻ്റെ അടുത്തത് എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്രം എന്താണ്, വർത്തമാനകാല സംഭവങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. എന്നാൽ ചരിത്രം എന്താണ്, ഭൂതകാലത്തെ പറ്റി പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ചരിത്രത്തിലൂടെ പഠിക്കുന്നത്. സമൂഹശാസ്ത്രം എന്താണ്, ഏറ്റവും പുതിയ ശാസ്ത്രമാണ്. ചരിത്രം എന്താണ്, ഏറ്റവും പഴക്കമുള്ള ശാസ്ത്രമാണ്. സമൂഹശാസ്ത്രം സോഷ്യോളജി നമുക്ക് പഠന വിഷയമായിട്ട് അത്രയൊന്നും ആയില്ല, അതുകൊണ്ടാണ് ഇതിൽ പുതിയ ശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ സമൂഹശാസ്ത്രത്തിലെ പലതും എന്താണ് ചരിത്രത്തിൽ ഉണ്ട്. അതായത് സമൂഹശാസ്ത്രവുമായി നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അത് നമ്മൾ മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് എന്താണ് കഴിഞ്ഞ കാല സംഭവമാണ്, ഒന്ന് പ്രസൻറ്റിലുള്ളതാണ്. അത് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹൗ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി ആൻഡ് ദ സിമിലാരിറ്റി. അതായത് പൊളിറ്റിക്കൽ സയൻസും രാഷ്ട്രതന്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അതുപോലെ തന്നെ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ സാമ്യത എന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, സമൂഹത്തിൻ്റെ ഒരു ശാഖയാണ് ഇത് രാഷ്ട്രതന്ത്രം. അതിൽ എന്താണ്, ഭരണകൂടത്തെ പറ്റിയുള്ള പഠനമാണത്. അതുപോലെ തന്നെ എന്താണ്, രാഷ്ട്രതന്ത്രത്തിലൂടെ പഠിക്കുന്ന രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സംഘടിതമായ സാമൂഹ്യ സംഘങ്ങളെ പറ്റിയൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. അപ്പം രാഷ്ട്രതന്ത്രവും സാമൂഹ്യശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നത് ഒരുപോലെയാണ്. അത് മേഖല ഒന്നാണ്. അതായത് അതിൽ രണ്ടിലൊന്നുണ്ട്, മനുഷ്യരുണ്ട്, സമൂഹമുണ്ട്. പക്ഷെ അത് രണ്ടിൽ കുറച്ച് വ്യത്യസ്ത കാര്യങ്ങളും അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒക്കെ എന്താണ്, സാമൂഹ്യ വശങ്ങൾ ഉള്ളതിനാൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സാമൂഹ്യശാസ്ത്രത്തിന് പറ്റി അറിവുണ്ടായിരിക്കേണ്ടതാണ്. നമുക്കൊരു സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ എന്താണ്, അത് രാഷ്ട്രീയ പ്രശ്നങ്ങളും കൂടി കലർന്ന് വരും. അതുകൊണ്ട് തന്നെ എന്താണ്, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് എന്താണ് സാമൂഹ്യ വശങ്ങൾ ഉണ്ടാവും. ഒരു സാമൂഹ്യ വശത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കെന്താണ്, ഈ സാമൂഹ്യ വശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ടും, സോഷ്യോളജിയും പൊളിറ്റിക്സും ഏകദേശം ഒരു സാമ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അതിൽ തന്നെ സമൂഹശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസാണ് പറയുന്നത്. അതായത് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അതും തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജിയാണ്. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. അതിൽ രാഷ്ട്രതന്ത്രത്തിലൂടെ എന്താണ്, ഭരണകൂടത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഭൂപ്രദേശം, ജനങ്ങൾ, ഗവൺമെൻറ് അധികാരം, അതുപോലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇത് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും അതിൽ വരുന്നുണ്ട്, സോഷ്യോളജിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബം, സാമ്പത്തിക ശാസ്ത്രം, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ സോഷ്യോളജിയിലൂടെ പഠിക്കുന്നുണ്ട്. ഭരണകൂടത്തെ പറ്റിയും സോഷ്യോളജിയിൽ പഠനം വരുന്നുണ്ട്. രാഷ്ട്രതന്ത്രത്തിലൂടെ എന്താണ്, ഭരണകൂടത്തെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെയും കുറിച്ചാണ് രാഷ്ട്രതന്ത്രത്തിലൂടെ പഠിക്കുന്നത്. ഇനി സമൂഹശാസ്ത്രത്തിലൂടെ എന്താണ്, മനുഷ്യൻ എന്താണ്, ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്താണ്, കൈകാര്യം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ എന്താണ്, രാഷ്ട്രതന്ത്രം, ഭരണകൂടം എന്നൊരൊറ്റ സംഘടന രൂപത്തെക്കുറിച്ചാണ് രാഷ്ട്രതന്ത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സോഷ്യോളജിയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സമൂഹശാസ്ത്രം ഒരു പൊതുശാസ്ത്രമാണ്, രാഷ്ട്രതന്ത്രം ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അതായത് പ്രത്യേക ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്രത്യേകമായിട്ട് ഉള്ളൊരു ഭരണകൂടം ഒക്കെ അതിലേക്ക് മറ്റ് ശാസ്ത്രങ്ങൾ കടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്
സമൂഹശാസ്ത്രത്തിൽ രാഷ്ട്രതന്ത്രത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സമൂഹശാസ്ത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്കൽ സയൻസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോ സാമൂഹ്യ ജീവിയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. സമൂഹശാസ്ത്രത്തിലൂടെ സംഘടിത സമൂഹത്തെയും അതുപോലെ തന്നെ അസംഘടിത സമൂഹങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. രാഷ്ട്രതന്ത്രത്തിലൂടെ സംഘടിത സമൂഹങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതായത് സമൂഹശാസ്ത്രത്തിൽ എല്ലാ മനുഷ്യ വിഭാഗങ്ങളെ പറ്റിയും നമ്മളതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. രാഷ്ട്രതന്ത്രത്തിൽ പ്രത്യേകമായിട്ട് ഭരണകൂടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള അധികാരങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഒരു പ്രത്യേകമായിട്ടുള്ള ഗവൺമെൻറ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെയുള്ള കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പക്ഷേ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരെ പറ്റിയും ഇത് പഠിക്കുന്നുണ്ട് സമൂഹശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹശാസ്ത്രത്തിലൂടെ മനുഷ്യൻ്റെ അബോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ രാഷ്ട്രബന്ധത്തിലൂടെ എന്താണ് പഠിക്കുന്നത്? മനുഷ്യൻ്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് സമൂഹശാസ്ത്രത്തിൽ എന്താണ് നമ്മൾ അവരുടെ ഉള്ളിലൊക്കെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഒബ്സർവേഷൻ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, മുഖാമുഖം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, പിന്നെ കേസ് സ്റ്റഡി, നിരീക്ഷണം, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക. മറ്റു ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലാണ് നമ്മൾ മനുഷ്യൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. നിരീക്ഷണം, കേസ് സ്റ്റഡി, അഭിമുഖം, ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അതുപോലുള്ള സോഷ്യൽ സർവേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ അടുത്തത് എന്താണ്? സാമൂഹ്യശാസ്ത്രത്തിൽ മനുഷ്യൻ എങ്ങനെ എന്തുകൊണ്ട് രാഷ്ട്രീയ ജീവിയായി എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാലും രാഷ്ട്രങ്ങൾ എന്താണ്? ഒരു മനുഷ്യൻ രാഷ്ട്രീയ ജീവിയാണ്. പൊളിറ്റിക്സിൽ എന്താണ്? മനുഷ്യൻ എന്താണ്? ഒരു രാഷ്ട്രീയ ജീവിയാണ്. സോഷ്യോളജിയിൽ മനുഷ്യൻ എന്താണ്? ഒരു സാമൂഹ്യ ജീവിയാണ്. ഒന്നിലൊന്ന് സമൂഹ ജീവിയാണ്, ഒന്നിന് രാഷ്ട്രീയ ജീവിയാണ്. അപ്പോൾ ഈ സങ്കല്പത്തിലാണ് നമ്മൾ രാഷ്ട്രതന്ത്രവും സാമൂഹ്യശാസ്ത്രവും ആരംഭിക്കുന്നത്. ഓക്കെ.